15ഓളം വാഴക്കുലകൾ മോഷണം പോയതായി പരാതി. കാട്ടാക്കട മയിലോട്ടുമൊഴി ചാന്ദ്രമൊഴിക്ക് സമീപം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ചന്ദ്രശേഖരൻ നായരുടെ വസ്തുവിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാഴക്കുലകൾ മോഷണം പോയത്. പോലീസിൽ നിന്ന് വിരമിച്ച ശേഷം 8 വർഷമായി താൻ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 13-ാം തീയതി 5 കുലകൾ മോഷണം പോയി. അത് കഴിഞ്ഞ് 19-ാം തീയതി നോക്കുമ്പോൾ 10 കുലകൾ മോഷണം പോയി കണ്ടു. അങ്ങനെ 15 കുലകൾ മോഷണം പോയി. ഇപ്പോൾ രാത്രികാലങ്ങളിൽ ചന്ദ്രശേഖരൻ മകനും കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ്. ഇതുപോലെ തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിലും വാഴക്കുലകൾ മോഷണം പോയതായി പറയുന്നു. കാട്ടാക്കട പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങിയാണ് കുടുംബം. പേര് ചന്ദ്രശേഖരൻ നായർ എന്നാണ്. ഞാൻ പോലീസ് സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പം ഞാൻ പെൻഷൻ പറ്റിയിട്ട് 8 വർഷം കടന്നിരിക്കുന്നു. ഞാൻ പെൻഷൻ പറ്റിയതിന് ശേഷം നല്ല സജീവമായിട്ട് കൃഷി പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് 13-ാം തീയതി രാവിലെ ഞാനിവിടെ വയലിൽ വരുമ്പോഴാണ് നല്ല വിളഞ്ഞ 5 കുല അന്നേരം മോഷണം പോയി. അതിനുശേഷം 19-ാം തീയതി വന്ന് എൻ്റെ ഇതേ കണ്ടത്തിൽ നിന്ന് തന്നെ 10 കുല മോഷണം പോയി. ഈ മോഷണം പോയ സ്ഥലം എന്ന് പറയുന്നത് മയിലോട്ടുമൊഴി ചാന്ദ്രമൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കൃഷി സ്ഥലവും അവിടെയാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ നിന്നും കുല മുറിച്ച് കൊണ്ടുപോകാൻ സോഡ കമ്പനിയുടെ അവിടെ കൂടെ മെയിൻ റോഡിൽ കയറാൻ എളുപ്പം വഴിയാണ്. അവിടെ ലൈറ്റും വെട്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ സ്ഥലത്തിലെന്ന് പറഞ്ഞാൽ മയിലോട്ടുമൊഴിയിൽ നിന്ന് ആനാകോട് പോകുന്ന റോഡിൻ്റെ അടിവശത്തും കൂടിയാണ്. അപ്പോൾ 2 റോഡ് ലിങ്ക് ചെയ്യുന്നുണ്ട് ഈ തോട്ടത്തിലേക്ക്. അപ്പോൾ സൗകര്യപ്രദമായ രീതിയിൽ മോഷണക്കാർക്ക് ഇഷ്ടാനുസരണം അവർക്ക് കുല മുറിക്കാനും കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അതിന് മുൻപ് തന്നെ എൻ്റെ കുല മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടുത്ത കണ്ടത്തിൽ നിന്ന് അവർക്ക് ഒരു 10ഓളം കുലകൾ മോഷണം പോയി. അത് തൊട്ട് താഴെയാണ്. അവർ പിന്നെ ഒരു പരാതിയൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ നിലവിൽ ഇപ്പോഴും ഞാൻ രാത്രി കാലങ്ങളിൽ ഈ തോട്ടത്തിൽ കാവലുണ്ട്. ഞാനും എൻ്റെ മകനും കാവലിരിക്കുകയാണ്.